ഹരേ കൃഷ്ണ. 2024 മോഹിനി ഏകാദശി ആഘോഷിക്കുന്നത് നമ്മൾ മെയ് 19 അതായത് ഞായറാഴ്ചയാണ്. അപ്പോൾ ഏകാദശി തിഥി ആരംഭിക്കുന്നത് മെയ് 18 11:22 തിഥി ആരംഭിക്കുന്നത്. തിഥി അവസാനിക്കുന്നത് മെയ് 19 ഉച്ചയ്ക്ക് 1:50 ആണ്. മഹാവിഷ്ണു മോഹിനിയായി അവതരിച്ച ദിവസമാണ് മോഹിനി ഏകാദശി. സമുദ്രമന്ഥനത്തിൽ നിന്ന് അമൃത് അസുരന്മാർക്ക് കിട്ടിയപ്പോൾ അതെ അവരിൽ നിന്നും ദേവന്മാർക്ക് നൽകുന്നതിന് വേണ്ടി മോഹിനിയുടെ രൂപത്തിൽ വിഷ്ണുദേവൻ വേഷം മാറി മഹാവിഷ്ണു മോഹിനിയായി അവതരിച്ച ദിവസമാണ് ഈ ദിവസം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 11-ാം ദിവസമാണ് മോഹിനി ഏകാദശിയായി നമ്മൾ ആഘോഷിക്കുന്നത്. ഈ ദിവസം ഭക്തജനങ്ങൾ മോഹിനിയുടെ രൂപത്തിൽ വിഷ്ണു ഭഗവാനെ ആരാധിക്കുകയും വിജയകരവും സന്തോഷകരവുമായ ജീവിതത്തിനായി അനുഗ്രഹം തേടുകയും ചെയ്യുന്നു. ആയതിനാൽ ഭക്തജനങ്ങൾ ഈ ദിവസം ഏകാദശി വ്രതം ആചരിക്കുന്നു. മോഹിനി ഏകാദശിയുടെ കഥ ഇങ്ങനെയാണ്. അപ്പോൾ വ്രതമെടുക്കുന്നവർ എല്ലാവരും തന്നെ കഥ കേട്ടിരിക്കണം എന്നാണ്. അപ്പോൾ എല്ലാ അസുരന്മാരും ദേവന്മാരും പരസ്പര ഉടമ്പടിയിൽ സമുദ്രമന്ഥനത്തിന് വേണ്ടി ഉടമ്പടി വെച്ചു. ദേവതകളുടെയും അസുരന്മാരുടെയും ആത്യന്തിക ലക്ഷ്യം ദൈവീയ ശക്തിയും സമ്പത്തും ലഭിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് അവർ ഉദ്ദേശിച്ചിരുന്നത്. സമുദ്രമന്ഥനത്തിൽ ദിവ്യ വൈദ്യനായ ധന്വന്തരി സമുദ്രത്തിൽ നിന്ന് അമൃതകലശവുമായി പ്രത്യക്ഷപ്പെട്ടു. അസുരന്മാർ ധന്വന്തരിയിൽ നിന്ന് അമൃതകലശം തട്ടിയെടുത്ത് ഓടിപ്പോകാൻ ശ്രമിച്ചു. അങ്ങനെ ദേവതകൾ സഹായത്തിനായി വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് പോയി. അസുരന്മാർക്ക് അമൃത് ലഭിച്ചാൽ അത് പ്രപഞ്ചത്തിനാകെ വിനാശമാകുമെന്ന് ഭഗവാന് മനസ്സിലായി. പിന്നീട് ദേവന്മാരെ സഹായിക്കുവാൻ വേണ്ടി മഹാവിഷ്ണു മോഹിനി എന്ന സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം സ്വീകരിച്ചു. മോഹിനിയെ കണ്ടപ്പോൾ അസുരന്മാർ അവളിൽ ആകൃഷ്ടരായി. എല്ലാ അസുരന്മാർക്കും തുല്യമായി അമൃത് വിതരണം ചെയ്തു. പക്ഷേ മഹാവിഷ്ണു അമൃത് കലശം മാറ്റി അത് വീഞ്ഞായി മാറ്റിയിരുന്നു. അത് അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ അമൃത് മുഴുവനും ഭഗവാൻ ദേവന്മാർക്ക് തന്നെ നൽകിയ ഈ ദിവസമാണ് മോഹിനി ഏകാദശിയായി നമ്മൾ എല്ലാവരും ഭക്തജനങ്ങൾ എല്ലാവരും ഇത് ആഘോഷിക്കുന്നത്. ശ്രീരാമൻ തൻ്റെ ഭാര്യയായ സീതയെ കണ്ടെത്തുവാൻ മോഹിനി ഏകാദശി വ്രതം അനുഷ്ഠിച്ചതായി രാമായണത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ എല്ലാവരും രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഭഗവാനെ നിങ്ങൾക്ക് അറിയാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് പൂജ ചെയ്യാം. നിങ്ങൾക്ക് ഭഗവതി വാസുദേവായ, വിഷ്ണു സഹസ്രനാമം, നാരായണീയം, ഭഗവത്ഗീത നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ്. പക്ഷേ വിഷ്ണു ക്ഷേത്രം വീടിൻ്റെ അടുത്തുണ്ടെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുക. പിന്നെ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള എല്ലാ വീഡിയോകളും ചാനലിലുണ്ട്. അറിയാത്തവർ പോയി കാണണം. അതുപോലെ തന്നെ ഹരിവാസര സമയം തുടങ്ങുന്നത് 19 രാവിലെ 7:13 മുതൽ വൈകിട്ട് 8:22 വരെയാണ് ഹരിവാസര സമയം ഉള്ളത്. പാരണ സമയം ആരംഭിക്കുന്നത് മെയ് 20 തിങ്കളാഴ്ച 6:03 മുതൽ രാവിലെ 6:03 മുതൽ 8:33 വരെയാണ് പാരണ സമയം. പാരണ എന്ന് പറയുന്നത് നമ്മുടെ വ്രതം നമ്മൾ മുറിക്കുന്നതാണ്. ദ്വാദശി അവസാന നിമിഷം 20 3:58 അപ്പോൾ എന്തെങ്കിലും സംശയം